നമ്മൾ ഡെയിലി കാണുന്നതും ചില സന്ദർഭങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിക്കുന്ന കോൺഫ്ലേക്സ് യാദൃശ്ചികമായി കണ്ടെത്തിയ ഒരു ഭക്ഷണമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ആകുമോ? 1894 മിഷിഗണിലെ ബാറ്റിൽ ക്രീക്ക് സാനിറ്റേറിയം രോഗികളുടെ പുനരധിവാസ കേന്ദ്രമാണ് ഇത്. ഇവിടത്തെ സൂപ്പറിൻറ്റൻഡായ ഡോ. ജോൺ ഹാർവി കെലോഗ് തന്റെ സഹോദരനായ വില്യം കീത് കെലോഗൊപ്പം ജോലി ചെയ്തു വന്നിരുന്നു. രോഗികൾക്ക് ആരോഗ്യമുള്ളതും പോഷകസമൃദ്ധമായ സസ്യാഹാരമൊരുക്കാൻ വില്യം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം വില്യം തിളപ്പിച്ച ഗോതമ്പ് അതുപോലെ വച്ചു മറന്നുപോയി. അതിനാൽ ഗോതമ്പ് ഉടഞ്ഞു പൊടിഞ്ഞുപോയി. അത് നശിപ്പിച്ചു കളയാൻ ഉള്ള മടി കാരണം വെന്തുപോയ ഗോതമ്പിനെ വേവിച്ചു. ആ ഗോതമ്പ് ചൂട് ആയപ്പോൾ അതിൽ രുചിയുള്ള കറുമുറ ശബ്ദം ഉണ്ടാക്കുന്ന ചിപ്സ് പോലെയായി. രോഗികൾക്ക് അത് വളരെയധികം ഇഷ്ടമായതോടെ കെലോഗ് സഹോദരങ്ങൾ മറ്റു ധാന്യങ്ങളുമായി പരീക്ഷണം തുടങ്ങുകയും അവസാനം ഇന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കോൺ ഫ്ലാക്സ് റെസിപ്പി കണ്ടെത്തുകയും ചെയ്തു. ഈ പ്രഭാതഭക്ഷണം ജനപ്രിയമായതോടെ 1906 കെലോഗ്സ് കമ്പനി സ്ഥാപിച്ച് അത് വിപണിയിൽ കൊണ്ടുവന്നു. ഇത്തരം അറിവും കൗതുകവുമുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ.